റമദാനിന്റെ ആദ്യ പകുതി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പകുതിയിൽ നമ്മളൊക്കെ വിത്റിൽ കുനൂത്ത് ഓതുന്നവരാണ്. അത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇമാമിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ അവസാനത്തെ റക്അത്തിൽ വിത്റിൽ കുനൂത്തുണ്ട്. ഇമാമിന്റെ കൂടെ ആ കുനൂത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പലരും മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. എവിടെയാണ് ആമീൻ പറയാ, എവിടെയാണ് ഇമാമിന്റെ കൂടെ ചൊല്ലേണ്ടത് എന്നതിലൊക്കെ. അത് വളരെ സിമ്പിളാണ്. അഥവാ കുനൂത്തിന്റെ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് വേഗം പിടുത്തം കിട്ടും. അഥവാ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം ദുആ, രണ്ടാമത്തെ ഘട്ടം സനാ അഥവാ പുകഴ്ത്തൽ, മൂന്നാമത്തെ ഘട്ടം സ്വലാത്ത്, അങ്ങനെയാണ്. അപ്പോ ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ദുആ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം ചെയ്യണേ റബ്ബേ എന്ന് പറയുന്ന ദുആ തന്നെയാണ്. അപ്പോ ഈ ആദ്യത്തെയും അവസാനത്തെയും ഈ രണ്ട് സ്റ്റേജിലാണ് നമ്മൾ ആമീൻ പറയേണ്ടത്. നടുവിൽ വരുന്ന സനാ എന്ന് പറയുന്ന പുകഴ്ത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ഇമാമിന്റെ കൂടെ പറയാണ് വേണ്ടത്. അഥവാ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് തുടങ്ങി വഖിനാ ശർറ മാ ഖളൈത് എന്നത് വരെ ദുആ ആണ്. അത്രയും ആ സമയത്തൊക്കെ നമ്മൾ ആമീൻ പറയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക് അവിടുന്ന് തുടങ്ങിയിട്ട് അത് മുതൽ നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് അതുവരെ നമ്മൾ ഇമാമിന്റെ കൂടെ പറയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്താണ്. ആ സ്വലാത്ത് നമ്മൾ പറഞ്ഞു ദുആഇന്റെ സ്ഥാനത്താണ്. അപ്പൊ ഇമാമ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളും മഅ്മൂമീങ്ങളും ആമീൻ പറയാണ് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ച കൈ മുഖത്ത്, നമ്മൾ സാധാരണ ദുആ കഴിഞ്ഞാൽ മുഖം തടവുന്നത് പോലെ തടവല് സുന്നത്തില്ല, അങ്ങനെ തടവരുത്. അതുപോലെ തന്നെ ആ കൈ ചില ആളുകൾ ഇങ്ങനെ സുജൂദ് പോകുമ്പോൾ ഇതുപോലെ തന്നെ പിടിച്ചിട്ട് സുജൂദിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. അങ്ങനെ അല്ല അതിന്റെ രൂപം, മറിച്ച് ആ കുനൂത്ത് കഴിയലോടുകൂടെ കൈ നേരെ താഴ്ത്തിയിടാണ് വേണ്ടത്. നമ്മൾ എഴുത്തിതാൽ സാധാരണ നിൽക്കുന്ന പോലെ കൈ താഴ്ത്തിയിട്ട് നിന്ന് നേരെ സുജൂദിലേക്ക് പോകുന്നതാണ് അതിന്റെ യഥാർത്ഥ രൂപം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ സുബ്ഹി നിസ്കാരത്തിലാണല്ലോ കുനൂത്ത് ഓതാറ്. റമദാൻ 15 കഴിഞ്ഞാൽ പിന്നെ വിത്റിൽ, അഥവാ നമ്മൾ രാത്രിയിൽ നിസ്കരിക്കുന്ന തറാവിയഹ് വിത്ർ, അതിന്റെ അവസാനത്തെ റക്അത്തിൽ കുനൂത്ത് ഓതാണ്. അത് നമുക്ക് വലിയൊരു സൂചന തരുന്നുണ്ട്. അഥവാ നമ്മൾ സാധാരണഗതിയിൽ സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതി ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ പരിപാടി നമ്മുടെ ബിസിനസ്സിലേക്കും കച്ചവടത്തിലേക്കും കൃഷിയിലേക്കും നമ്മുടെ ഏർപ്പാടുകളിലേക്ക് ഇറങ്ങാന്നുള്ളതാണ്. എന്നതുപോലെ റമദാൻ 15 കഴിഞ്ഞാൽ ഈ വിത്ർ നിസ്കാരം, അവസാനത്തെ നിസ്കാരം നിർവഹിച്ച് അതിൽ കുനൂത്ത് ഓതി പിന്നെ നമ്മൾ പോയി കിടന്നുറങ്ങരുത് എന്ന വലിയൊരു സൂചനയാണ്. അഥവാ നമുക്ക് പണിയെടുക്കാനുണ്ട്, അധ്വാനിക്കാനുണ്ട്. ഏതാണ് ആ അധ്വാനം, ഏതാണ് ആ കച്ചവടം? അത് സൂറത്തു സുഫിന്റെ 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ കച്ചവടമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശേഷമുള്ള ആയത്തിൽ ഒരുപാട് നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ ഈ ദുനിയാവിൽ നമ്മൾ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്. ആ കച്ചവടത്തിന്റെ മൂലധനം ഏതാണ്? അത് സമയമാണ്. ആ കച്ചവടത്തിലെ പ്രൊഡക്റ്റ്, വസ്തുക്കൾ എന്താണ്? അത് നമ്മൾ ചെയ്യുന്ന ആരാധനകളാണ്. അപ്പൊ ഈ ദുനിയാവിന്റെ സമയം അത് ഉപയോഗപ്പെടുത്തി ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ആഖിറത്തിന്റെ സന്തോഷങ്ങൾ വാങ്ങാൻ. അതാണ് ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലം തസ്തരി ദീന ബിദ്ദുനിയ വലം തസുമി. ഞാൻ എന്റെ ദുനിയാവിനെ വിറ്റുകൊണ്ട് ആഖിറം വാങ്ങണമായിരുന്നു, അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ റമദാൻ അതിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ രാത്രിയെ സജീവമാക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഏതായിരുന്നാലും നമ്മൾ സാധാരണ ഉറങ്ങുന്നതിനേക്കാൾ അല്പം ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ ഉറങ്ങാതിരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് റമദാനിനെ സമ്പന്നമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.